ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. എനിക്ക് ഫസ്റ്റത്തെ കാര്യം, ഇന്ന് സൺഡേ ആണ്. സൺഡേ എന്ന് പറയുമ്പോഴേ ഒരു തിരക്കുള്ള ദിവസമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇത്ര തിരക്കെന്നല്ലേ. അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് 2-3 കേക്കിന് ഓർഡർ ഉണ്ട് കേട്ടോ. നാളത്തേക്കുള്ളതാണ്. ബേക്കേഴ്സിനോട് ചോദിച്ചാൽ അറിയും, 2-3 കേക്ക് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു അലമ്പാണ്. രാവിലെ ഞാൻ ആദ്യം ചെയ്തത് കേക്കിൻ്റെ പണിയാണ്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇനി സമാധാനമായിട്ട് ഒരു കോഫി കുടിക്കാമെന്ന് വെച്ചു. ഇനി കേക്ക് ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയാണ്. പക്ഷേ ഈ അപ്പവും മുട്ടക്കറിയൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും സമയം 11 മണിയായിട്ടുണ്ട് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് കേട്ടോ. നമ്മുടെ സബോള വഴറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഞാനൊരു കാര്യം ഓർക്കുന്നത്, മുട്ട വെച്ചിട്ടില്ല എന്ന്. ഈ മുട്ടക്കറിയുടെ റെസിപ്പി വേണ്ടവർ പറയുക കേട്ടോ. കാരണം ഇത് അത്രയ്ക്കും സ്പെഷ്യലായിട്ടുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തായിരിക്കും സംഭവം എന്ന്. അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ ഒരു മെനയൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ അപ്പവും മുട്ടക്കറിയൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും സമയം 12 മണിയായിട്ടോ. ഇവിടെ സൈഡിൽ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ പതിയെ ഏലപ്പാറ വരെ പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഉണക്കമീൻ. അതായത് ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഉണക്കമീനും ആരോഗ്യത്തിന് ഹാനികരമാണെന്നാണ് പറയാറ്. പക്ഷെ നമുക്കുണ്ടല്ലോ, ഉണക്കമീൻ ഇല്ലാണ്ട് ഒരു വറ്റ് ചോറ് ഇറങ്ങില്ല കേട്ടോ. അങ്ങനെ പച്ചക്കറിയും ഫിഷും ഒക്കെ വാങ്ങിച്ച് ഒരു സോഡാ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ വീട്ടിൽ നിന്ന് ഏലപ്പാറ പോകുന്ന റൂട്ട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ നിങ്ങളെയും കാണിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു.